ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു ഈദ് മുബാറക്ക്. അപ്പോൾ നമ്മൾ ഈ പെരുന്നാൾ സ്പെഷ്യൽ ഇന്ന് മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളി വെറൈറ്റി മന്തിയാണ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈൽ മന്തിയാണ് ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോണത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ആദ്യം ചിക്കനിൽ നിന്ന് തുടങ്ങാം കേട്ടോ. കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിടുന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം. അത് നന്നായി സോഫ്റ്റ് ആവാനും ചിക്കനിലത്തെ ആ ചോര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോകാനും വേണ്ടിയിട്ട് അത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനെ 10 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 കിലോന് അടുക്കം വരും ചിക്കൻ. അപ്പോൾ നമ്മൾക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വെക്കുന്നത്. നമ്മളൊരു 3 കിലോ അരിക്ക് ഒരു 5 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്നും മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2 ടീസ്പൂണോളം മുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം കേട്ടോ. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം ഗരം മസാലേൻ്റെ പൊടിയും 1 ടീസ്പൂണോളം ചിക്കൻ മസാലയും, 2 സെയിം ലെവലിൽ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകം ഇട്ടാലൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ചിക്കനിലൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അത് നല്ല ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. മന്തിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മന്തി മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം മന്തി മസാലയുടെ പൊടിയും കൂടി ഇതിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മന്തിയുടെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചിക്കനേക്ക് ഇറങ്ങുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ട് ചെയ്യാറ്. ആ മന്തി മസാലയുടെ പൊടിയും കൂടി ചിക്കൻ മാരിനേറ്റ് ചെയ്യണതിൽ ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കും. ഇനി ഒരു 3 ടീസ്പൂൺ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ മല്ലിച്ചപ്പ് പുതിനയിലൊക്കെ നമ്മൾ ഇതിൽ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പോളം മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ഒരു 1/2 കപ്പ് വേപ്പിൻ്റെ ഇല നുറുക്കിയതും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിൽ മാഗി ക്യൂബാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനൊരു 2 മാഗി ക്യൂബിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 4 കഷ്ണം മാഗി ക്യൂബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ആക്കി കൊടുത്തിട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ മാഗി ക്യൂബിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരണം. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാഗി ക്യൂബൊക്കെ നന്നായിട്ട് മസാലയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായില്ല, കാരണം മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് ചിക്കൻ. അപ്പോഴല്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, കളർ ഇടാൻ മറന്നു പോയിട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ കളർ ഇടുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കളർ ഇട്ടു കേട്ടോ. ഫസ്റ്റിൽ ഇങ്ങനെ കളർ ഇട്ടില്ലേ, അപ്പോൾ എനിക്ക് വല്ലാണ്ട് കളർ തോന്നാണ്ടായി. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോടും കൂടിയും ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ട ചെയ്തത്. അപ്പോൾ ഒന്നും കൂടി കളർ കിട്ടി എനിക്ക്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓവർനൈറ്റ് നമുക്കിതൊന്ന് റെസ്റ്റിന് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു രാത്രി ഫുള്ള് നമ്മൾ റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ചിക്കന്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ. മറ്റത് കുറേ ടൈം നമ്മൾ കുക്ക് ചെയ്യാൻ സമയമെടുക്കും. ഇതാകുമ്പോൾ നമുക്കൊരു 5-10 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചിക്കനെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. പക്ഷേ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിലാകുമ്പോൾ കൂടുതൽ ഓയിലൊന്നും വേണ്ട. ഞാൻ വളരെ കുറച്ച് മാത്രം ഓയിലാണ് കേട്ടോ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണത്. അതാകുമ്പോൾ പെട്ടെന്ന് വെന്തിട്ടും. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു 10 മിനിറ്റോളം എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി ടൈം ആകെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ അരി വേവിക്കണേക്ക് കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഞാനൊരു ക്യാപ്സിക്കവും കുറച്ച് സബോളയും കുറച്ച് തക്കാളിയും ഒക്കെ ആണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു വലിയ ക്യാപ്സിക്കം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ് കേട്ടോ. തക്കാളി ഇതേപോലെ കുഞ്ഞ പീസാക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസൊന്നും ആക്കണ്ട. നമ്മൾക്ക് ആ ചോറിൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തക്കാളിയും സബോളൊക്കെ ഇടുന്നത്. പിന്നെ ഞാനൊരു 3 സബോള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രത്തോളം മല്ലിച്ചപ്പും പുതിന എടുക്കണം കേട്ടോ. മല്ലിച്ചപ്പും പുതിന ഇതിൽ വളരെ മസ്റ്റായുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രത്തോളം മല്ലിച്ചപ്പും പുതിന എടുത്തിട്ടുണ്ട്. മന്തിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ചെമ്പിലാണ് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുത്തു. പിന്നെ കറുകപ്പട്ടയുടെ ഇലയും കറുകപ്പട്ടയുടെ ഒക്കെ പട്ടയൊക്കെ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മാഗി ക്യൂബിൻ്റെ ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മാഗി ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കുരുമുളകാണ്. ഞാനൊരു കൈയുടെ അളവിലനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പിടുത്തത്തിൽ
ഒരു പിടുത്തം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മന്തി മസാല ഇല്ലേ, അത് നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാല ഒക്കെ ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കട്ടെ. നമ്മൾക്ക് വേറെ സ്പൈസസും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാ സ്പൈസസും ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗി ക്യൂബൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കട്ടെ. നമുക്കിവിടെ ഏകദേശം ഒരു 3 ടീസ്പൂണോളം ഉപ്പ് ആവശ്യം വന്നു മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സബോളയും തക്കാളിയും പിന്നെ ക്യാപ്സിക്കമാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 5-8 ഏലക്കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 മണിക്കൂറോളം അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏത് അരി എടുക്കണമെന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം, നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി 3 പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം കോരിയിട്ട് നമുക്ക് നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് കുഴിമന്തിക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ എത്ര മാഗി ക്യൂബ് അരി തിളപ്പിക്കാൻ ഇട്ട് കൊടുത്താലും അതിൽ പിടിക്കണമെന്നില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് ഓയിലിൽ ഒരു 4 മാഗി ക്യൂബോളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഉടങ്ങുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് നിരണ്ടെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ എത്ര മാഗി ക്യൂബ് ഇട്ടാലും എനിക്ക് ആ ഫ്ലേവർ അതിൽ കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ എന്നും ചെയ്യാറുള്ളതാണ് കേട്ടോ. നമ്മൾ ചിക്കനും റൈസൊക്കെ വെന്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കനലും ആ ചാർക്കോളും യൂസ് ആക്കിയിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു കുഴിമന്തിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ എല്ലാ റൈസും കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാഗി ക്യൂബും ഓയിലും കൂടി യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കിയുള്ളൊരു സാധനം, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്ലേവർ അതിൽ പിടിക്കാനാണ്. നമ്മൾ എത്ര അരിയിൽ വേവിക്കണയിൽ ഇട്ടാലും ആ ഫ്ലേവർ എനിക്ക് കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ അതേപോലെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ റൈസിലേക്ക് അത് ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ റൈസിൽ ഇടയ്ക്കൊരു റെഡ് കളർ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ല. അപ്പോൾ ഞാൻ കുറച്ച് കളർ, ഒരു 1/4 ടീസ്പൂണോളം കളർ ഒന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇടയ്ക്കുള്ള അരിയിലൊക്കെ ഇങ്ങനെ കുറച്ച് റൈസിൽ കുറച്ച് ഇതൊക്കെ കിട്ടും, ഒരു റെഡ് കളറൊക്കെ കിട്ടും. പിന്നെ അതിന് ശേഷം ഞാൻ ചിക്കൻ വേവിച്ചതിൽ കുറച്ച് ഗ്രേവി കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി ചെന്നുള്ളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മിളക് എല്ലായിടത്തും ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലത്തെ മിളക് കഴിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. എരിവുള്ളവർക്ക് പ്രത്യേക ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞങ്ങൾ എരിവിന് നല്ല ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഞാൻ ഓരോ മിളകൊക്കെ ഒരു സ്ഥലത്ത് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം മന്തിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിനൊന്ന് പുകയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചാർക്കോളും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അതിൻ്റെ നടുവിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് കനലിട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് പുകഞ്ഞ് കിട്ടും. അപ്പോൾ തന്നെ നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റോളം അത് അങ്ങനെ തന്നെ വെച്ചെടുക്കും. അപ്പോൾ നമ്മൾ കുഴിമന്തി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസിൽ കണ്ടില്ല യെല്ലോ കളറും റെഡ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയിലാണ് എല്ലാവർക്കും വിളമ്പി കൊടുത്തത് കേട്ടോ. ഞങ്ങൾക്ക് പെരുന്നാളായാലും വാഴൻ്റെ ഇലയിലൊക്കെ ഒന്ന് വിളമ്പലും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയിൽ വിളമ്പിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുഴിമന്തിക്കുള്ള ചട്നിയും പിന്നെ മയോണീസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.